നമസ്കാരം. പ്രവാസി ചാനൽ e-malayali.com ന്യൂസ് സെഗ്മെന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. റോക്ക്ലൻഡിൽ ഇച്ച ക്ലബിന്റെ ഓണാഘോഷം ഹൃദ്യമായി. ഫിലാഡൽഫിയയിൽ അരങ്ങേറിയ സീറോ മലബാർ നാഷണൽ ഫാമിലി കോൺഫറൻസിന്റെ ജൂബിലി സ്മരണിക ബിഷപ്പ് മാർ ജോയ് ആലപ്പാട്ട് പ്രകാശനം ചെയ്തു. ടിസാക്കിന്റെ ആഭിമുഖ്യത്തിൽ മൈൻഡ് ആൻഡ് മൂവ്സ് ടൂർണമെന്റ് 2025 ഹ്യൂസ്റ്റണിൽ നവംബർ 15-ന്. ഇന്ത്യ പ്രസ് ക്ലബ് സമ്മേളനത്തിൽ സുജയ പാർവതി പങ്കെടുക്കും. ചെറുപുഷ്പ മിഷൻ ലീഗ് ഷിക്കാഗോ രൂപത ഓർഗനൈസേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ചെറുപുഷ്പ മിഷൻ ലീഗ് ഷിക്കാഗോ രൂപത ഓർഗനൈസേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു. ഷിക്കാഗോ രൂപത മെത്രാൻ മാർ ജോയ് ആലപ്പാട്ട് സംഗമം ഉദ്ഘാടനം ചെയ്തു. ചെറുപുഷ്പ മിഷൻ ലീഗ് രൂപത പ്രസിഡന്റ് സിജോയ് സിറിയക് പറപ്പള്ളിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. രൂപത ഡയറക്ടർ ഫാദർ ജോർജ് ദാനവേലിൽ സ്വാഗതവും രൂപത ജനറൽ സെക്രട്ടറി ടിസൺ തോമസ് നന്ദിയും പറഞ്ഞു. രൂപത ജോയിന്റ് ഡയറക്ടർ സിസ്റ്റർ ആഗ്നസ് മരിയ MSMI, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സോണിയ ബിനോയ്, ആൻ ടോമി എന്നിവർ സംസാരിച്ചു. രൂപതയിലെ വിവിധ ഇടവകളിൽ നിന്നുള്ള മിഷൻ ലീഗിന്റെ വൈസ് ഡയറക്ടർമാരും ഓർഗനൈസർമാരും ജോയിന്റ് ഓർഗനൈസർമാരും മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ട് ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് e-മലയാളി. അടുത്ത വാരാന്ത്യത്തിൽ ഒക്ടോബർ 9, 10, 11 തീയതികളിൽ ന്യൂജേഴ്സി എഡിസണിലെ ഷെറാട്ടൺ ഹോട്ടലിൽ നടക്കുന്ന ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ ത്രിദിന അന്താരാഷ്ട്ര മാധ്യമ സമ്മേളനത്തിൽ സുജയ പാർവതി പങ്കെടുക്കുന്നു. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ കൊണ്ടും വാർത്താവതരണ ശൈലി കൊണ്ടും മലയാള TV ചാനൽ രംഗത്ത് വേറിട്ട് നിൽക്കുന്നയാളാണ് സുജയ പാർവതി. വിവിധ ചാനലുകളിലൂടെ അവരുടെ ശക്തമായ അവതരണ ശൈലി ജനങ്ങൾ കണ്ടറിഞ്ഞു. സുജയ പാർവതിയെ പോലെ സ്വതന്ത്ര അഭിപ്രായം പറയാൻ മടിക്കാത്തവർ ചുരുക്കമെന്ന് തന്നെ പറയാം. ദൂരദർശനിലൂടെ വാർത്താ പ്രക്ഷേപണ രംഗത്ത് വന്ന സുജയ പാർവതി ഇപ്പോൾ റിപ്പോർട്ടർ ലൈവിൽ കോർഡിനേറ്റിംഗ് എഡിറ്റർ എന്ന നിലയിൽ തിളക്കമാർന്ന പ്രകടനം കാഴ്ചവെക്കുന്നു. നേരത്തെ 24 ന്യൂസിൽ ന്യൂസ് എഡിറ്റർ, അതിനു മുൻപ് ഏഷ്യാനെറ്റ് ന്യൂസിൽ ചീഫ് ബ്രോഡ്കാസ്റ്റ് ജേർണലിസ്റ്റ് ആയിരുന്നു പ്രവർത്തന പാരമ്പര്യം. ആദ്യകാലത്ത് റിപ്പോർട്ടറിൽ സബ് എഡിറ്ററായും പ്രവർത്തിച്ചു. ജീവൻ TVയിൽ ന്യൂഡൽഹിയിലെ ബ്യൂറോ ചീഫ്, കൈരളി TV ജേർണലിസ്റ്റ് എന്നീ നിലകളിലും അവർ പ്രവർത്തിച്ചു. ന്യൂസ് ഡെസ്ക് e-മലയാളി. സംഘാടക മികവ് കൊണ്ടും ജനപങ്കാളിത്തം കൊണ്ടും ജനശ്രദ്ധയാർജിച്ച അന്താരാഷ്ട്ര വടംവലി സീസൺ 4ന്റെ വൻ വിജയത്തിന് ശേഷം ടെക്സസ് ഇന്റർനാഷണൽ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ് ടിസാക് മൈൻഡ്സ് ആൻഡ് മൂവ്സ് ടൂർണമെന്റ് 2025 സംഘടിപ്പിക്കുന്നു. നവംബർ 15-ന് ഫ്രെസ്നോയിലെ സെന്റ് ജെയിംസ് ക്നാനായ യാക്കോബായ ചർച്ച് ഹാളിൽ വെച്ചാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഈ മത്സരത്തിൽ ക്യാരംസ്, ചെസ്, 28 കാർഡ് ഗെയിംസ്, റമ്മി തുടങ്ങിയ വിഭാഗങ്ങളിൽ മത്സരങ്ങൾ നടക്കും. 28 ആൻഡ് റമ്മി സമ്മാനങ്ങൾ: ഒന്നാം സമ്മാനം $1501, രണ്ടാം സമ്മാനം $1001, മൂന്നാം സമ്മാനം $501, നാലാം സമ്മാനം $251. ക്യാരംസ് ആൻഡ് ചെസ് സമ്മാനങ്ങൾ: ഒന്നാം സമ്മാനം $501, രണ്ടാം സമ്മാനം $251. ചെസ് മത്സരത്തിൽ 3 മുതൽ 6 വരെ സമ്മാനങ്ങൾ നേടുന്നവർക്ക് വ്യക്തിഗത ട്രോഫികളും സമ്മാനിക്കും. വിജയികൾക്ക് ആകർഷകമായ മറ്റ് സമ്മാനങ്ങളും ലഭിക്കും. രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഡാനി രാജു പ്രസിഡന്റ്, പീറ്റർ വാലിമറ്റത്തിൽ, ഫിലിപ്പ് ചോരത്ത്, റെനി ഇണ്ടിക്കുഴി, മാത്യു ചിറപ്പുറത്ത് എന്നിവരുമായി ബന്ധപ്പെടുക. ന്യൂസ് ഡെസ്ക് e-മലയാളി. ഷിക്കാഗോ സെന്റ് തോമസ് സീറോ മലബാർ രൂപതയിലെ പ്രമുഖ ആത്മായ സംഘടനയായ സീറോ മലബാർ കത്തോലിക്ക കോൺഗ്രസിന്റെ രജത ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് 2024 സെപ്റ്റംബർ 27 മുതൽ 29 വരെ ദേശീയ തലത്തിൽ ഫിലാഡൽഫിയയിൽ നടന്ന സീറോ മലബാർ കുടുംബ സംഗമത്തിന്റെ ജൂബിലി സ്മരണിക ആതിഥേയ ഇടവകയായ ഫിലാഡൽഫിയ സെന്റ് തോമസ് സീറോ മലബാർ പള്ളിയിൽ ഫാമിലി കോൺഫറൻസിന്റെ മുഖ്യ രക്ഷാധികാരിയും ഷിക്കാഗോ സീറോ മലബാർ രൂപത അധ്യക്ഷനുമായ ബിഷപ്പ് മാർ ജോയ് ആലപ്പാട്ട് ഉദ്ഘാടനം ചെയ്തു. കോൺഫറൻസിന്റെ 1ാം വാർഷിക ദിനമായ 2025 സെപ്റ്റംബർ 28 ഞായറാഴ്ച ദിവ്യബലിക്ക് ശേഷം ക്രമീകരിക്കപ്പെട്ട ഹ്രസ്വമായ ചടങ്ങിൽ വെച്ചാണ് സ്മരണികാ പ്രകാശനം നിർവഹിക്കപ്പെട്ടത്. ദിവ്യബലിയിൽ സഹകാർമ്മികരായ ഇടവക വികാരി റവറൻ ഡോക്ടർ ജോർജ് ദാനവേലിൽ, റവറൻ ഫാദർ ജോസ് വരിക്കപ്പള്ളിൽ, റവറൻ ഫാദർ ജസ്റ്റിൻ പനച്ചിക്കൽ, സുവനീർ കമ്മിറ്റി അംഗങ്ങൾ, കൈക്കാരന്മാർ, വിശ്വാസി സമൂഹം എന്നിവർ ജൂബിലി സ്മരണിക പ്രകാശന കർമ്മത്തിന് സാക്ഷികളായി.
SMCC ജൂബിലിയോടനുബന്ധിച്ച് 3 ദിവസങ്ങളിലായി നടത്തപ്പെട്ട വിവിധ പ്രോഗ്രാമുകളുടെ ചിത്രങ്ങൾ, ശ്രദ്ധേയമായ സെമിനാർ വിഷയങ്ങളിലൂന്നിയ ഈടുറ്റ ലേഖനങ്ങൾ, ഫാമിലി കോൺഫറൻസ് റിപ്പോർട്ട്, വിശിഷ്ട വ്യക്തികളുടെ ആശംസാ സന്ദേശങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി ബഹുവർണ്ണങ്ങളിൽ തയ്യാറാക്കിയ സ്മരണിക ഓർമ്മയിൽ സൂക്ഷിച്ചു വെക്കാനാവുന്ന നിരവധി നിമിഷങ്ങൾ പ്രദാനം ചെയ്യുന്നതോടൊപ്പം SMCCയുടെ ആരംഭവും വളർച്ചയും സംബന്ധിച്ച അറിവുകളും അനുവാചകർക്ക് നൽകുന്നു. കോൺഫറൻസ് രജിസ്ട്രേഷൻ ചെയർമാനും ജൂബിലി വെബ്സൈറ്റ്, ജൂബിലി സംബന്ധമായ ഡിജിറ്റൽ മീഡിയ, പരസ്യ പ്രസിദ്ധീകരണങ്ങൾ എന്നിവ തയ്യാറാക്കിയ സിബിച്ചൻ ചെമ്പളായിലായിരുന്നു സുവനീറിന്റെ ചീഫ് എഡിറ്റർ. 2009 പ്രസിദ്ധീകരിച്ച SMCC 10ാം വാർഷിക സ്മരണികയുടെ ചീഫ് എഡിറ്ററും സിബിച്ചൻ തന്നെയായിരുന്നു. ഡോക്ടർ ജെയിംസ് കൊറിച്ചി കോർഡിനേറ്ററായ സുവനീർ കമ്മിറ്റിയിൽ ജോർജ് മാത്യു CPA, ജോസ് മാളിയേക്കൽ, ജോർജ് വി ജോർജ്, ജോജോ കോട്ടൂർ, സജി സെബാസ്റ്റ്യൻ, ജോസ് തോമസ്, റോഷൻ പ്ലാമോട്ടിൽ, ജെയിൻ സന്തോഷ്, ഷാജി മിറ്റത്താനി, സിബിച്ചൻ ചെമ്പളായിൽ എന്നിവർ അംഗങ്ങളായിരുന്നു. SMCCയുടെ രജത ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് 2024 സെപ്റ്റംബറിൽ നടന്ന ദേശീയ കുടുംബ സംഗമം വടക്കേ അമേരിക്കയിലെ സീറോ മലബാർ കത്തോലിക്കരുടെ ഏറ്റവും വലിയ ഒത്തുചേരലായിരുന്നു. ബിഷപ്പ് മാർ ജോയ് ആലപ്പാട്ട് മുഖ്യ രക്ഷാധികാരിയും SMCC നാഷണൽ ഡയറക്ടർ റവറൻഡ് ഫാദർ ജോർജ് എളമ്പശ്ശേരിൽ, ആതിഥേയ ഇടവക വികാരി റവറൻഡ് ഫാദർ ജോർജ് ദാനവേലിൽ എന്നിവർ രക്ഷാധികാരികളും, ജോർജ് മാത്യു CPA ചെയർപേഴ്സൺ, ഡോക്ടർ ജെയിംസ് കുറിച്ചി, മേഴ്സി കുര്യാക്കോസ് കോ ചെയർപേഴ്സൺസ്, ജോസ് മാളിയേക്കൽ ജനറൽ സെക്രട്ടറി, ഷോണിമ മാറാട്ടിൽ ജോയിന്റ് സെക്രട്ടറി, ജോസ് മാളിയേക്കൽ ജനറൽ സെക്രട്ടറി, ഷോണിമ മാറാട്ടിൽ ജോയിന്റ് സെക്രട്ടറി, ജോർജ് വി ജോർജ് ട്രഷറർ, ജോജോ കോട്ടൂർ, ജോൺസൺ കണ്ണൂക്കാടൻ നാഷണൽ കോർഡിനേറ്റർമാർ എന്നിവരും ഫിലാഡൽഫിയ ഇടവക കൈക്കാരന്മാരായ സജി സെബാസ്റ്റ്യൻ, ജോർജി ചെറുവേലിൽ, ജോസ് തോമസ്, പോളച്ചൻ വറീത്ത്, ജെറി കുരുവിള, വിവിധ സബ് കമ്മിറ്റി ചെയർപേഴ്സൺസും ഉൾപ്പെടെയുള്ള സിൽവർ ജൂബിലി കമ്മിറ്റിയാണ് കോൺഫറൻസിനു വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തത്. ന്യൂസ് ഡെസ്ക് മലയാളി. ഇന്ത്യൻ കൾച്ചറൽ ഹെറിറ്റേജ് ആൻഡ് ആർട്സ് അവയർനെസ് ക്ലബ്ബ് സംഘടിപ്പിച്ച ഹൃദ്യമായ ഓണാഘോഷം ഈ സീസണിലെ അവസാനത്തെ ഓണാഘോഷങ്ങളിൽ ഒന്നായി. റോക്ക്ലാൻഡ് കൗണ്ടിയിലെ സുക്കോർ പാർക്കിലെ കമ്മ്യൂണിറ്റി സെന്ററിൽ പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിൽ നടത്തിയ ഓണാഘോഷത്തിൽ കൗണ്ടിയിലെ ഇലക്ടഡ് ഒഫീഷ്യൽസും നിരവധി മലയാളികളും പങ്കെടുത്തു. ക്ലബിന്റെ സ്ഥാപകയും ചെയറുമായ റോക്ക്ലാൻഡ് കൗണ്ടി ലെജിസ്ലേച്ചർ ഡോക്ടർ ആനി പോളിന്റെ ആമുഖ പ്രസംഗത്തിൽ ഏവരെയും ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തു. കൗണ്ടി ഓഫീസിന് സമീപത്തായി തയ്യാറാക്കുന്ന പീസ് ഗാർഡനിൽ സ്ഥാപിക്കാനുള്ള മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ ഇന്ത്യയിൽ നിന്നെത്തിയ സന്തോഷ വാർത്തയും അവർ പങ്കുവച്ചു. ഗാന്ധിയൻ ആശയങ്ങൾ പിന്തുടർന്ന മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ പ്രതിമയും ഗാർഡനിലുണ്ടാകും. ഏതാനും മാസത്തിനുള്ളിൽ ഗാർഡന്റെ ഉദ്ഘാടനം നടത്തുമെന്ന് അവർ അറിയിച്ചു. ക്ലാർക്സ്റ്റൗൺ സൂപ്പർവൈസർ ജോർജ് ഹോമാൻ, സ്റ്റേറ്റ് സെനറ്റർ ബിൽ വെബർ, സ്റ്റേറ്റ് അസംബ്ലിമാൻ പാട്രിക് കാരൽ, കൗണ്ടി ക്ലർക്ക് ഡോണ സെൽബർമാൻ തുടങ്ങിയവർ സംസാരിക്കുകയും നിലവിളക്ക് തെളിയിക്കുകയും ചെയ്തു. ഗവർണറുടെ ഓഫീസിൽ ഏഷ്യൻ അഫയേഴ്സ് ഡയറക്ടർ സിബു നായരായിരുന്നു മുഖ്യാതിഥി. ഓണസന്ദേശം നൽകിയ അദ്ദേഹത്തെ പൊന്നാട അണിയിച്ചും പ്ലാക്ക് നൽകിയും ആദരിച്ചു. പൂക്കളം, താലപ്പൊലി, ചെണ്ടമേളം, മഹാബലിയുടെ എഴുന്നള്ളത്ത് എന്നിവയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് സാറ അമ്പാട്ട ആൻഡ് ടീം അവതരിപ്പിച്ച തിരുവാതിര ആകർഷകമായി. സാറ, ആനി, ലൈല, മഞ്ജു, ബീന, ഓമന, അൻസ, വിഞ്ചു, ഗ്ലൈനിസ് ആൻഡ് സിജി എന്നിവരായിരുന്നു ടീം. മഹാബലിയായി വന്ന വർക്കി പള്ളിത്താഴത്ത് ഏവർക്കും ഓണാശംസകൾ നേർന്നു. അമേരിക്കൻ ദേശീയ ഗാനം അരിയാന കോവൂരും ഇന്ത്യൻ ദേശീയ ഗാനം ഷാജി ജോസഫും ആലപിച്ചു. അധ്യക്ഷ പ്രസംഗത്തിൽ ഇച്ച ക്ലബ് പ്രസിഡന്റ് മാത്യു വർഗീസ് ക്ലബിന്റെ പ്രവർത്തനങ്ങൾ വിവരിച്ചു. നവ്യ, ഗിയ, ആര്യ, അവിവ എന്നിവരുടെ ഗ്രൂപ്പ് ഡാൻസ് ഏറെ ശ്രദ്ധേയമായി. ഡോക്ടർ മിനി ജോർജ്, ജോയ് മാത്യു, ഷാജി ജോസഫ്, ശില്പ ഷാജി, ലവ്ലി, ബാബു മാത്യു എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. പത്മ ഇന്ത്യ ഡാൻസ് സ്റ്റുഡിയോ വിദ്യാർത്ഥികളായ ഒലിവിയ ജോൺ, സെറാജ് സോജി, ഷിലോ രാജു, സോ അലക്സാണ്ടർ, എമിലിയ എബ്രഹാം, ജോവിറ്റ വർഗീസ്, നിക്കോളാസ് മാത്യു എന്നിവർ അധ്യാപകരായ മേരിയ ലീന വെട്ടിച്ചിറ, മാത്യു ആൻഡ് ജസ്റ്റിൻ ജോൺ എന്നിവരുടെ നേതൃത്വത്തിൽ നൃത്തം അവതരിപ്പിച്ചത് മനം കവരുന്നതായിരുന്നു. നോവ സാറവട്ടത്തിന്റെ നൃത്തവും ശ്രദ്ധ പിടിച്ചുപറ്റി. ക്ലബ് സെക്രട്ടറി മാണി ജോർജ് നന്ദി പറഞ്ഞു. ഓണസദ്യ കോർഡിനേറ്റ് ചെയ്തത് ഷൈമി ജേക്കബും ടീമുമാണ്. ഷാജി ജോസഫും സാറാമ്പാട്ടും കൾച്ചറൽ പ്രോഗ്രാമിന് നേതൃത്വം നൽകി. ഫോട്ടോഗ്രാഫി ജോജോ ജോസഫും അജി കളീക്കലും നിർവഹിച്ചു. മെറി ജേക്കബ്, കീർത്തി, സാമുവൽ ജേക്കബ്, ഡൈന തോമസ് എന്നിവരായിരുന്നു MC മാർ.
ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ഇതോടെ പ്രവാസി ചാനൽ ഈ മലയാളി.com ന്യൂസ് സെഗ്മെന്റ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.